വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു മാംഗോ പിക്കിളിൻ്റെ റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. തയ്യാറാക്കി കുറേ നാൾ വെക്കാതെ തന്നെ നമുക്ക് ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുവാനും പറ്റും. ബഹ്റൈനിൽ തന്നെ ഉണ്ടായ മാംഗോസാണ് ഞാൻ ഈ പിക്കിൾ ഉണ്ടാക്കുവാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നാട്ടിലെ തന്നെ നാടൻ മാങ്ങയോട് സാമ്യമുള്ള ഒരു ടേസ്റ്റാണ് ഇവയ്ക്കും ഫീൽ ചെയ്തത്. 1 കിലോ മാങ്ങ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന റെസിപ്പിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സൈഡ് വശങ്ങളിലൊക്കെ ചെറിയ യെല്ലോ കളർ കാണുന്നുണ്ടെങ്കിലും ഇത് പച്ചമാങ്ങ തന്നെയാണ്. നല്ല പുളിയുള്ള മാങ്ങയാണ്. ഇതും ചെനച്ചതൊന്നുമല്ല. കടുമാങ്ങയ്ക്കൊക്കെ അരിയുന്നത് പോലെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തത്. നമുക്ക് സമയക്കുറവുണ്ടെങ്കിൽ വലിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് മുറിച്ചെടുക്കുന്ന രീതിയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അരിഞ്ഞെടുത്ത മാങ്ങ നമുക്ക് ഉപ്പിട്ടതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞ് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. മാങ്ങയിലേക്ക് ഇതുപോലെ ഉപ്പ് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഒരു ദിവസത്തേക്ക് ഒന്ന് അടച്ചു വയ്ക്കാം. ഒന്നെങ്കിൽ ഗ്ലാസിൻ്റെ ജാറിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രത്തിലോ ആക്കി ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തോ സൂക്ഷിക്കാം. ഉപ്പ് ചേർക്കുന്നത് കൊണ്ട് പെട്ടെന്ന് അങ്ങനെ കേടാവുകയൊന്നുമില്ല. പിന്നീട് ആവശ്യത്തിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം നമുക്ക് തയ്യാറാക്കി വെക്കാം. ഞാനിവിടെ 2 തരത്തിലുള്ള എണ്ണ ഉപയോഗിച്ച് അച്ചാറിടാറുണ്ട്. ഒന്ന് നമ്മുടെ ജിഞ്ചല്ലി ഓയിൽ അല്ലെങ്കിൽ നല്ലെണ്ണയാണ്. അതുപോലെ തന്നെ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണയും ഉപയോഗിക്കാറുണ്ട്. ഓയിലിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് പിക്കിളിൻ്റെ ടേസ്റ്റിലും വ്യത്യാസമുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ ജിഞ്ചല്ലി ഓയിൽ അല്ലെങ്കിൽ നല്ലെണ്ണ ഇട്ടതിന് ശേഷം ചൂടായി അതിൽ കടുക് പൊട്ടിച്ച് പിന്നീട് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴന്ന് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അധികമായി മൂത്ത് പോകേണ്ടതില്ല. ഒന്ന് വാടി കിട്ടുന്ന പരുവത്തിലായാൽ മതി. വെളുത്തുള്ളി കൂടുതലും ഇഞ്ചി കുറച്ചും മതിയാവും. പിന്നീട് നമുക്ക് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ വെള്ളമയമൊക്കെ പോകുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം പൊടികളെല്ലാം ഇട്ട് കൊടുത്ത് പിന്നീട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഓവർ ഫ്രൈഡ് ആയിട്ട് കരിഞ്ഞു പോകാതിരിക്കാനായിട്ടാണ് ഞാനിവിടെ തീ ഓഫ് ചെയ്യുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഉലുവാപ്പൊടി, അല്പം കായം, ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ചേർത്തിരിക്കുന്ന പൊടികളുടെ അളവ് കറക്റ്റായിട്ട് പറയുന്നില്ല, കാരണം ഓരോരുത്തരുടെ ചോയ്സാണത്. ഓരോരുത്തരുടെ താല്പര്യം പോലെ ചേർക്കാവുന്നതാണ്. അതുപോലെ കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതലെടുക്കാം, കാരണം അധികം എരിവില്ലാത്തത് കൊണ്ട് തന്നെ. പിന്നീട് ലോ ഫ്ലെയിമിൽ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഈ കൂട്ടിലേക്ക് നമ്മൾ അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നീട് ലോ ഫ്ലെയിമിൽ ഞാനിത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. വെന്ത് പോകാതെ ശ്രദ്ധിക്കണം. വഴറ്റി വെച്ചിരിക്കുന്ന കൂട്ടുമൊക്കെയായി ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഉപ്പിട്ട് വെച്ചിരിക്കുന്ന മാങ്ങ കൂട്ടിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്താലും മതിയാവും. ഉപ്പ് നമുക്ക് ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ ടേസ്റ്റ് നോക്കി വീണ്ടും ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് അല്പം വിനെഗർ ചേർത്ത് കൊടുക്കുകയാണ്, കേടാകാതൊക്കെ ഇരിക്കാനായിട്ട്. ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിച്ചാറി വെച്ചിട്ടുണ്ട്. മാങ്ങ ഇങ്ങനെ ഉപ്പിട്ട് വെക്കുമ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് നീരുണ്ടാവും. അത് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതുപോലെ ചേർത്ത് കൊടുക്കാം. തിക്കായിട്ട് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വെള്ളം തീരെ ചേർക്കേണ്ടതുമില്ല. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ആക്കി എടുക്കാം. പിന്നീട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന ജാറിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാത്രങ്ങളിലേക്കോ മാറ്റാം. അതേപോലത്തെ സെയിം മാംഗോ തന്നെ കുറച്ചെടുത്ത് ഞാൻ വലുതായിട്ട് അരിഞ്ഞ് ഇട്ടിരിക്കുന്നതാണിത്. ഇതിൽ വെള്ളം ഒട്ടും തന്നെ ചേർത്തിട്ടില്ല. കേടാകാതിരിക്കാനായിട്ട് കുറച്ച് വിനെഗർ മാത്രമാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. പ്രിസർവേറ്റീവ്സും അതുപോലെ ഒരുപാട് ഉപ്പൊന്നും ചേർക്കുന്നില്ലാത്തത് കൊണ്ട് നമ്മൾ ഈ രീതിയിൽ തയ്യാറാക്കുന്ന പിക്കിൾ പുറത്ത് വെച്ചിരുന്നാൽ പെട്ടെന്ന് ഉപ്പിലൊക്കെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത്. എരിവൊക്കെ ആവശ്യത്തിന് ചേർക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു പിക്കിൾ കൂടിയാണിത്. അവർക്ക് നന്നായി ഇഷ്ടപ്പെടും. മാംഗോ പിക്കിളിൻ്റെ മറ്റൊരു റെസിപ്പി അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം. അധികം പേരും മാംഗോ പിക്കിൾ ഉണ്ടാക്കുന്നതും വ്യത്യസ്തമായ രുചിഭേദങ്ങൾ ട്രൈ ചെയ്യുന്നതുമാണ്. എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഷെയർ ചെയ്യുന്നത്.